രാധയുടെ അടുത്ത് അമ്മ പറയുന്നുണ്ട്, എന്തിനാ മോളെ നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? നിൻ്റെ മോള് ഒരു നല്ല ബുദ്ധിയും വിവരമുള്ള മോളാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നീ നിൻ്റെ അച്ഛനെ പോലെ തന്നെയാ. നീ അവനെ ഇഷ്ടപ്പെട്ടു, അവൻ്റെ പിറകെ നടന്നുള്ളതൊക്കെ ശരി തന്നെയാ. പക്ഷേ അവനെ നിന്നെ ഇഷ്ടമുണ്ടായിരുന്നോ? അവൻ ഒരിക്കൽ പോലും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ നീ തന്നെ മോളെയല്ലേ പൊട്ടിയായിപ്പോയേ. അപ്പോൾ എന്തായാലും അതെല്ലാം കഴിഞ്ഞു, നീ സന്തോഷത്തോടെ ഇരിക്കും മോളെ എന്ന് പറയാണ്. ഇതെല്ലാം കേട്ട് രാധ പറയുന്നുണ്ട്, എന്താ അമ്മയെ അങ്ങനെയൊക്കെ പറയുന്നത്? അത് വിക്രമിനൊരു അബദ്ധം പറ്റിയതല്ലേ. അവളെ അബദ്ധം പറ്റി താലി കിട്ടിയതല്ല അമ്മേ, അല്ലാതെ ശരിക്കുള്ള വിവാഹമായിരുന്നില്ലല്ലോ എന്ന് പറയാണ്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, അല്ല മോളെ, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ആ വേദിയിൽ വെച്ച് അവർ പരസ്പരം മാലയിടൽ ചടങ്ങ് നടക്കുമ്പോഴും അവർ പ്രേമവിവാഹമായിരുന്നു എന്ന് പറയുമ്പോഴും ഒന്നും വിക്രം അതിനെ എതിർത്തില്ല. അങ്ങനെ അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ വിക്രമൻ അതിനെ എതിർക്കാമായിരുന്നില്ലേ? ഇത്രയും ജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ടല്ലേ അതെല്ലാം അംഗീകരിച്ചത്. അപ്പോൾ അവളോട് എന്തോ ഒരു ഇഷ്ടമില്ലേ? എൻ്റെ മോളൊന്ന് ആലോചിച്ച് നോക്ക് എന്ന് പറയാൻ. ഇത് കേട്ട് രാധ കരയുന്നുണ്ട് കേട്ടോ. നല്ല സങ്കടത്തോടെ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയാണ്. പിന്നീട് വിക്രമൻ നല്ല ദേഷ്യത്തോടെ റൂമിൽ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണ് റൂമിൽ പൂമാല അവർ രണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട മാല അവിടെ ഇരിക്കുന്നത് കാണുന്നത്. അത് കാണുമ്പോൾ അവനക്ക് ദേഷ്യം വരും കേട്ടോ. അത് കാണുമ്പോൾ അവനക്ക് അവിടെ സ്റ്റേജിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത്. അവിടെ പ്രേമവിവാഹമായിരുന്നു എന്ന് പറയുന്നതും ശ്രീനിസാർ പരസ്പരം മാല ഇടാൻ പറഞ്ഞവർ മാല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്നതും എല്ലാം അവനക്ക് ഓർമ്മ വരികയാണ്. അത് ഓർത്ത് അവൻ ആ മാല എടുത്ത് അങ്ങോട്ട് എറിയുമ്പോൾ അത് ചെന്ന് വീഴുന്നത് വേദയുടെ കാലിൻ്റെ ചുവട്ടിലാണ്. അപ്പോൾ വേദ എടുത്തിട്ട് എന്താ ചേട്ടാ ചോദിച്ചിട്ട് ചെല്ലാണ്. വിക്രമൻ ചേട്ടാന്ന് വിളിക്കുമ്പോൾ പക്ഷേ അത് വിക്രമന് ഇഷ്ടപ്പെടുന്നില്ല. വിക്രമൻ ദേഷ്യത്തോടെ കൈ ഓങ്ങാണ്. ഓ, എന്തിനാ ഇങ്ങനെ ചൂടാവുന്നേ? എന്നാൽ ഞാൻ മിസ്റ്റർ ഗുണ്ട എന്ന് വിളിക്കാമെന്ന് പറയാണ്. നീ എന്തിനാടി ഇങ്ങോട്ട് കയറി വന്ന വേതാളമ്മ എന്ന് ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട്, അത് നിങ്ങളുടെ അമ്മയോട് തന്നെ ചോദിക്കുക. അമ്മയാ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ്. മോളെ വിക്രമൻ റൂമിലുണ്ട്, നീ അങ്ങോട്ട് ചെല്ല് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ, അല്ലാതെ എനിക്കിഷ്ടമുണ്ടായിട്ടൊന്നുമല്ല എന്ന് വേദ പറയാണ്. അപ്പോൾ വിക്രമൻ മറുപടി പറയുന്നുണ്ട്, അപ്പോൾ അമ്മ കിണറ്റിൽ ചാടാൻ പറഞ്ഞാൽ നീ ചാടൂ പോയിട്ട്, ഞാൻ അമ്മയെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കാം എന്ന് പറയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഓ നിങ്ങൾ അങ്ങനെ ഒരു ഉഷിരുള്ള ആളാണെങ്കിൽ ഒന്ന് പറയിപ്പിക്കേ. ഞാൻ കിണറ്റിലില്ല, കായലിൽ ചാടാൻ പറഞ്ഞാലും ഞാൻ പോയി ചാടും എന്ന് പറയാണ് വേദ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? അന്ന് നമ്മുടെ വിവാഹം ഒരു അബദ്ധമായിരുന്നു എന്നെങ്കിലും നമുക്കന്ന് മാലയിടാനൊന്നും അവസരം കിട്ടിയില്ലല്ലോ. അതിലിപ്പോൾ നമ്മൾ സന്തോഷിക്കുകയല്ലേ വേണ്ടതെന്ന് വേദ ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട്, അതിൽ സന്തോഷിക്കുകയല്ല, അപമാനമാണ് എനിക്ക് ഉണ്ടായത് എന്ന് പറയാണ്. ആ സ്റ്റേജിൽ വെച്ച് എനിക്ക് മാത്രമല്ല ശ്രീനിസാറിനും അപമാനിതനാവുകയാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ അതെങ്ങനെ എന്ന് വേദ ചോദിക്കുന്നുണ്ട്. അത് അന്ന് ആ പോസ്റ്ററിൽ അങ്ങനെ അച്ചടിച്ച് വന്നതുകൊണ്ട് മാത്രമാണ് ശ്രീനിസാൻ ഇതെല്ലാം ചെയ്തത്, അല്ലാതെ ഇഷ്ടത്തോടു കൂടിയൊന്നും അല്ല എന്ന് പറയാണ്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തിനാ ഇതിനൊക്കെ സമ്മതിച്ച്? ശ്രീനിസാർ അങ്ങനെയൊക്കെ പറയുമ്പോൾ എല്ലാം മുണ്ടാതെ കേട്ട് നിന്നല്ലോ. എന്തിനാ അങ്ങനെ കേട്ട് നിന്നേ? അത് നിഷേധിക്കാമായിരുന്നില്ലേ നിങ്ങൾക്ക്? എന്താ ശ്രീനിസാറിന് പേടിയായിട്ടാണോ എന്ന് വേദ ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ വിക്രമിന് ദേഷ്യം വന്ന് അവൾ അടിക്കാനായിട്ട് കൈ ഓങ്ങാട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, എൻ്റെ വിക്രമൻ ചേട്ടാ, ഇതെല്ലാം ഔട്ട് ഓഫ് ഫാഷനായി. ഭാര്യ ഇഷ്ടമില്ലാത്തത് പറയുമ്പോൾ ഭർത്താവ് കൈ ഓങ്ങുന്നത് അത്ര ഫാഷനുള്ള കാര്യമല്ല കേട്ടോ എന്ന് പറയാണ്. നീ പൊടി വേതാളമി എന്ന് പറയുമ്പോൾ തിരിച്ച് വേദ നീ പൊട ഗുണ്ടേ എന്ന് പറയുകയാണ്. വീണ്ടും വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് വേദ, നീ പൊട ഗുണ്ടേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് വിക്രമിന് ദേഷ്യം സഹിക്കാൻ പറ്റാണ്ട് അവിടെ ഇരുന്നൊരു ഗ്ലാസ് എടുത്തിട്ട് വേദയെ എറിയാട്ടോ. പക്ഷെ വേദ അതിൽ നിന്നും കുനിഞ്ഞ് അങ്ങോട്ട് ഒഴിഞ്ഞു മാറുകയാണ്. വേദയുടെ ദേഹത്ത് തട്ടുന്നില്ല. അങ്ങനെ വേദ ഓടി ചെല്ലുമ്പോൾ അപ്പുറത്ത് നന്ദിനി ടേബിൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് വേദ മനസ്സിൽ വിചാരിക്കും, നന്ദിനി ചേച്ചിക്ക് ഇട്ട് ഒരു പണി കൊടുക്കാമെന്ന് വിചാരിച്ച് അവളിങ്ങനെ നാണം, ഈ പൂമാല കയ്യിലുണ്ടാവും, എന്നിട്ട് നാണം അഭിനയിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് അത് കാണുമ്പോൾ നന്ദിനി എന്താ ഇവൾക്കൊരു ഇളക്കം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വേദ പറയും, അപ്പോൾ ഈ വിക്രമന് ഇങ്ങനെ മുൻശുണ്ടിയും എല്ലാം ഉള്ളത് ഒരു അഭിനയമായിരുന്നോ ചേച്ചി? എനിക്കറിയില്ലായിരുന്നു കേട്ടോ, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി എന്ന് പറയാണ്. എന്താ നിനക്ക് മനസ്സിലായി എന്ന് നന്ദിനി ചോദിക്കുന്നുണ്ട്.
അല്ല ഞാൻ വിക്രമൻ ചേട്ടൻ്റെ റൂമിലേക്ക് പോയില്ലേ? അപ്പോൾ നന്ദിനി ആ പോയിരുന്നു, അതിനെന്താ ചോദിക്കും. അപ്പോൾ വേദ പറയുന്നുണ്ട്, അല്ല ഞാൻ അങ്ങനെ പോയപ്പോഴേ വിക്രമൻ ചേട്ടൻ എൻ്റെ കയ്യിൽ പിടിച്ച് ഇങ്ങോട്ട് വലിച്ചു എന്ന് നാണത്തോടെ പറയാണ്. അപ്പോൾ നന്ദിനി എന്നിട്ട് ചോദിക്കുമ്പോൾ വേദ നാണത്തോടെ കണ്ണടച്ചിങ്ങനെ കാണിക്കും. അപ്പോൾ നന്ദിനി ഒന്നങ്ങോട്ട് ഞെട്ടു കേട്ടോ. ഞെട്ടിയിട്ട് എങ്ങനെയും മനസ്സിൽ കരുതാണ്. എന്നിട്ട് നന്ദിനി ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുക കേട്ടോ, ഓ ഇവരുടെ ഫസ്റ്റ് നൈറ്റൊക്കെ കഴിഞ്ഞോ അപ്പോൾ എന്നുള്ളൊരു വിചാരത്തിൽ അങ്ങനെ നിൽക്കുകയായിരിക്കും. വേദ അപ്പോൾ തൻ്റെ കയ്യിലിരിക്കുന്ന മാല കൊണ്ടുപോയി ഹാളിൽ ഒരു ഭിത്തിയിൽ ഇങ്ങനെ തൂക്കിയിടും കേട്ടോ. ഇതിപ്പോൾ നന്ദിനിക്ക് ഇഷ്ടപ്പെടുന്ന ഓടി ചെന്നിട്ട് നന്ദിനി അതെടുത്ത് വലിച്ചെറിയാൻ നോക്കുമ്പോൾ വേദ കയ്യിൽ പിടിച്ച് പിടകൂട്ട് പിടിച്ച് ഇങ്ങനെ വളയ്ക്കുന്നുണ്ട് നന്ദിനിയുടെ കൈ. അപ്പോൾ നന്ദിനി പറയും, വീട് വേദ എനിക്ക് വേദനിക്കുന്നുണ്ടെന്ന് പറയും. അപ്പോൾ ആ വേദനിക്കാൻ വേണ്ടി തന്നെ ഞാൻ ചെയ്യുന്നത്. ഇനി മേലാൽ എന്നോട് ഇമാതിരി പണിയെല്ലാം എടുക്കാൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചും പണിയും ചേച്ചി, നന്ദിനി ചേച്ചി അത് ആലോചിച്ചോ എന്ന് പറയും. നിങ്ങളെപ്പോലെ തന്നെ ഞാൻ ഈ വീട്ടിലെ മരുമകളാണ്, ഞാൻ ഇവിടെ തന്നെ താമസിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ട് കൈ അങ്ങ് വിടുക കേട്ടോ. പക്ഷേ നന്ദിനിക്ക് അത് കണ്ട് പേടിയായി, അവളങ്ങോട്ട് അപ്പുറത്തോട്ട് പോവുകയാണ്. പിന്നീട് രാധ ഒരു സഞ്ചിയിൽ ബുക്സ് എല്ലാം എടുത്ത് അങ്ങനെ പോവുകയാണ്. അപ്പോൾ അമ്മ ചോദിക്കുന്നത്, എന്താ മോളെ ചോദിക്കുമ്പോൾ അത് ബുക്കാണെന്ന് പറയണത്. ആർക്കാ ചോദിക്കുമ്പോൾ മാഷിനാണെന്ന് പറയുന്നു. നിനക്ക് നാണോ മാനൊന്നും ഇല്ല മോളെ, ഇത്രയും അവന് നിന്നെ അവഗണിച്ചിട്ടും നീ എന്തിനാ അവർ പറയുന്ന പണിയെല്ലാം ചെയ്യണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രാധ പറയുന്നുണ്ട്, അത് ഞാൻ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയല്ലേ അമ്മേ, ഞാൻ കാലങ്ങളോളമായിട്ട് മാഷിന് ഞാൻ തന്നെയല്ലേ ബുക്സ് എല്ലാം കൊണ്ടു കൊടുക്കുന്നത്, അതെന്തിനാ ഞാനിപ്പോൾ പെട്ടെന്ന് നിർത്തണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, നീ എന്തിനാ ഇതൊക്കെ ചെയ്യണേ, നീ ഇനിയെങ്കിലും ഇതെല്ലാം നിർത്തുക എന്ന് പറയുമ്പോൾ, ഞാനൊന്നും നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ എന്തിനാ നാണിക്കുന്നത്, അവിടെ നാണമാനമില്ലാതെ ഒരുത്തി വന്ന് കയറിയിട്ടും താമസിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതാലോചിക്കുമ്പോൾ എനിക്കൊരു നാണക്കേടുമില്ല, ഞാൻ ഇനി അവിടെ പോവും എന്ന് പറയുകയാണ് രാധ. എന്നിട്ട് വണ്ടി എടുത്ത് അങ്ങ് പോകുന്നുണ്ട്. പിന്നീട് വേദയുടെ അമ്മയും മുത്തശ്ശിയാണ് കാണിക്കുന്നത്. മുത്തശ്ശി പിറകിൽ വന്നിട്ട്, ആ പത്മേ നീ ഇങ്ങ് വാ എന്ന് പറഞ്ഞിട്ട് മരുമകളും കൂട്ടി അങ്ങ് പോവുകയാണ്. എന്താ അമ്മയെന്ന് ചോദിക്കുന്നത് പത്മ. അപ്പോൾ അമ്മ ഫോൺ എടുത്തിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്, നീ ഒന്ന് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക എന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശി കാണിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർ തമ്മിൽ മാലയിടുന്ന, വേദയും വിക്രമും തമ്മിൽ മാലയിടുന്ന വീഡിയോ ആണത്. ആ വീഡിയോ കണ്ട് അവർ സന്തോഷിക്കുക കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, പത്മം ഇപ്പം നിനക്ക് സന്തോഷമായോ, അവരുടെ ഈ മാലയുടെ ചടങ്ങിന് എന്താ നമ്മൾ കരുതണ്ടേ, അവർ പരസ്പരം മനസ്സുകൊണ്ട് ഒന്നായി എന്നുള്ളതല്ലേ നമ്മൾ വിചാരിക്കണ്ടേ, അതിൽ നമ്മൾ സന്തോഷിക്കുക വേണ്ടേ. ഭഗവാൻ അവർക്ക് ഒരു ഭാവി നല്ല ഭാവി തന്നെ കരുതി വെച്ചിട്ടുണ്ട്. ഇപ്പം എനിക്ക് സന്തോഷമായി എന്ന് പറയാണ്. അതിനിടയിൽ വേദ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ എന്ത് വിശേഷം, ഈ വിശേഷമൊക്കെ ഞാൻ ഫോൺ വഴിയാണോ മോളെ, വീഡിയോ വഴിയാണോ ഞാൻ കാണേണ്ടത്, ഞാൻ അറിയേണ്ടതും, നീ എന്നോടൊന്ന് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഇല്ല മുത്തശ്ശി, ഞാനിതൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നതല്ല, ശ്രീനി സാറ് പെട്ടെന്ന് വേദിയിലേക്ക് ചെല്ലാൻ പറഞ്ഞപ്പോൾ അങ്ങ് പോയി എന്ന് മാത്രമേ ഉള്ളൂ, അങ്ങനെ സംഭവിച്ചതാണ് എന്ന് പറയുകയാണ്. മുത്തശ്ശി നിനക്ക് അവിടെ സുഖമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേദ, മുത്തശ്ശി എനിക്ക് നല്ല സുഖമാണ്, ഒരു കുഴപ്പമില്ല എന്ന് വേദ പറയുന്നുണ്ട്. പിന്നീട് നന്ദിനി ശ്രീചേച്ചി പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. ഇപ്പോൾ ശ്രീചേച്ചി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി നന്ദിനി എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി പറയുന്നുണ്ട്, ഏയ് ഒന്നുമില്ല. അപ്പോൾ ശ്രീജ ചോദിക്കുന്നുണ്ട്, എന്താ വിനായകൻ നിന്നെ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നന്ദിനി പറയും, ഏയ് വിനായകൻ ചേട്ടൻ അങ്ങനെയുള്ള ഒരാളല്ലാന്ന് ചേച്ചിക്ക് അറിയാവുന്നതല്ലേ, ഇനി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അതിനെ കൈകാര്യം ചെയ്യാനും എനിക്കറിയാം എന്ന് പറയും. പിന്നെ എന്ത് പറ്റി, ആരാ നിനക്ക് പ്രശ്നം ചോദിക്കുമ്പോൾ വേദ തന്നെയെന്ന് പറയുകയാണ്. അപ്പോൾ അവൾ തന്നെ അവിടുത്തെ പ്രശ്നം, അന്ന് രാത്രി അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയതല്ലേ, അച്ഛന് ഇഷ്ടമില്ലാത്ത ആളുമാണ്, ഇനി എന്തിനാ അവൾ ഇങ്ങോട്ട് കയറി വന്നേ എന്ന് ചോദിക്കുമ്പോൾ ശ്രീജ പറയുന്നുണ്ട്, എന്തിനാ നന്ദിനി, അതൊരു പാവം കുട്ടിയല്ലേ, നീ എന്തിനാ അതിനെ ഇങ്ങനെ ഇട്ടിട്ട് കുറ്റം പറയുന്നേ, അവൾ എന്ത് തെറ്റാ ചെയ്തേ, അവൾ കഴുത്തിലൊരു താലി വീണത് കൊണ്ട് മാത്രമല്ലേ അവളിവിടെ നിൽക്കുന്നത്, അവൾ എന്തെല്ലാം സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിച്ചാണ് നമ്മുടെ ഈ വീട്ടിൽ വന്ന് നിൽക്കുന്നത്, നീ അതെങ്കിലും ഒന്ന് ആലോചിക്ക്, നീ ഇങ്ങനെ ഇട്ട് അവളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറയാണ്. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, അവളോട് ആരാ ഇവിടെ നിൽക്കാൻ പറഞ്ഞേ, നമ്മൾ ആരെങ്കിലും നിൽക്കാൻ പറഞ്ഞിട്ടാണോ അവൾ നിൽക്കുന്നത്, അവൾക്ക് അങ്ങ് ഇറങ്ങിപ്പോയിക്കൂടെ, അവളുടെ ചില നേരത്തെ കാട്ടിൽ കാണുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ പറഞ്ഞിട്ടാണ് ഇവിടെ നിൽക്കണേന്ന് പറയുകയാണ് നന്ദിനി. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്,
നീ വിട് നന്ദിനി. എന്തായാലും ആ മാലയിലെ ചടങ്ങിലും പിന്നെ ശ്രീനേട്ടൻ പറഞ്ഞിട്ടാണെങ്കിലും അതിൽ ആ ചടങ്ങിൽ വെച്ച് അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ വിക്രമന് ഇഷ്ടത്തോടു കൂടി തന്നെയാണ് അതെല്ലാം ചെയ്തത്. വിക്രം